ഈ വീഡിയോയിൽ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട കുറേ അപ്ഡേറ്റ്സുകളാണ്. അപ്പോൾ അതിനകത്ത് ഓൺലൈൻ ഭീകരവാദം അതാണ് പ്രധാനമായിട്ട് ഇപ്പോൾ ചർച്ചയാവുന്നത്. ഓൺലൈൻ ഭീകരവാദം എന്ന് പറഞ്ഞാൽ ഈ ഓൺലൈനിലൂടെ ചില പ്രത്യേക പ്ലാറ്റ്ഫോമുകളിലൂടെ റിക്രൂട്ട് ചെയ്യുക, എന്നിട്ട് പല തട്ടിപ്പുകൾക്കും പല ചൂഷണങ്ങൾക്കും വിധേയരാകുന്ന രീതിയിലുള്ള ആൾക്കാരായിട്ട് അവരെ മാറ്റുക. ഇതാണ് സംഭവം. അപ്പോൾ ഇത് തീവ്രവാദികൾക്കും ആപ്ലിക്കബിളാണ്. അതേപോലെ പല വാഗ്ദാനങ്ങളുടെ പുറകിൽ പോയിട്ട് തട്ടിപ്പിൽപ്പെടുന്ന ആൾക്കാർക്കും ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് സ്യൂട്ടബിളാണ്. അപ്പം അങ്ങനെ ഓൺലൈനിലൂടെ റിക്രൂട്ട്മെൻറ്റ് നടത്തിയതാണ് ഈ ജയ്ഷ് എന്ന് പറഞ്ഞ സംഘടനയ്ക്ക് വേണ്ടിയിട്ട് ആൾക്കാരെ തിരഞ്ഞെടുത്തത്. ഇപ്പോൾ പൊതുവിൽ ചൈന ഇന്ത്യക്കെതിരെ വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. ചൈനയുടെ പക്കലുള്ള ന്യൂക്ലിയർ വാർ ഹെഡുകളുടെ എണ്ണം 600 എണ്ണം. അതേസമയം ഇന്ത്യ വെച്ചിരിക്കുന്ന ന്യൂക്ലിയർ വാർ ഹെഡുകളുടെ എണ്ണം 180. ഇതാണ് പബ്ലിഷ്ഡ് ആയിട്ടുള്ള ഡേറ്റ കേട്ടോ. ഇനി ഇന്ത്യയുടെ പക്കൽ ഇതിനേക്കാളും കൂടുതലുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ പാകിസ്ഥാൻ്റെ ന്യൂക്ലിയർ വാർ ഹെഡുകളുടെ എണ്ണം 170. ഇതാണ് ഒഫീഷ്യൽ റെക്കോർഡ്. അപ്പോൾ കഴിഞ്ഞ ഒരു 2-3 വർഷങ്ങളായിട്ട് ചൈന അവരുടെ വാർ ഹെഡ് ഉൽപ്പാദനം ഇരട്ടിയായിട്ട് ഉയർത്തിയിട്ടുണ്ട് എന്നാണ് ഇന്ത്യയുടെ വാദം. അതുപോലെ തന്നെ നമ്മളുടെ എനിമിയായിട്ടുള്ള പാകിസ്ഥാനും അവരും ഓൾമോസ്റ്റ് നമ്മളോടൊപ്പം തന്നെ എത്തി നിൽക്കുന്ന അത്രയും ന്യൂക്ലിയർ വാർ ഹെഡുകൾ അവർക്കും ഉണ്ട്. 170, 180 തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഒരു 10 എണ്ണത്തിൻ്റെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതുകൊണ്ട് ഇന്ത്യ എന്താണ് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ, ഞങ്ങൾ ഈ നോ ഫസ്റ്റ് യൂസ് പോളിസി അതെടുത്ത് മാറ്റാൻ പോവുകയാണ് എന്നാണ് ഇപ്പോൾ ഇന്ത്യ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ഇന്ത്യ കുറച്ച് ഓപ്പണായിട്ട് 2-3 തവണയായിട്ട് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് സ്ട്രെസ് ചെയ്ത് പറയുന്നുണ്ട്. കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആഗോളതരത്തിലുള്ള രാജ്യങ്ങളുടെ പലരുടെയും ഒപ്പീനിയൻസ് അറിയാൻ വേണ്ടിയിട്ടാണ്. കാരണം പല രാജ്യങ്ങളും ഇതിലിപ്പോൾ ഇടപെടുമല്ലോ. ഇതിന് കാരണം എന്ന് പറഞ്ഞാൽ ഇന്ത്യ മാത്രമല്ല, തൊട്ടടുത്ത് ജപ്പാൻ, സനൈ തക്കൈച്ചി, അവരാണ് ജപ്പാൻ്റെ പുതിയ പ്രൈം മിനിസ്റ്റർ. പുള്ളിക്കാരി പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ നോ ന്യൂക്ലിയർ ഡോക്ട്രിൻ എന്നുള്ള ഒരു നിലയിലാണ് ഇത്രയും നാൾ മുന്നോട്ട് പോയത്. അതിന് പ്രധാനപ്പെട്ട കാരണമായി തീർന്നത് 2ാം ലോക മഹായുദ്ധം അവസാനിക്കുന്നതിന് കാരണമായി തീർന്ന ഏറ്റവും വലിയൊരു ബോംബാക്രമണം അമേരിക്ക നടത്തിയല്ലോ, അത് ജപ്പാനിലായിരുന്നു. അപ്പോൾ അത് ആ ഒരു ആറ്റം ബോംബിൻ്റെ ദുരന്തം എന്താണെന്നുള്ളത് നേരിട്ട് അനുഭവിച്ച രാജ്യമാണ് ജപ്പാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ അപ്പം തൊട്ട് തന്നെ ആണവായുധം ഞങ്ങൾക്ക് വേണ്ട, നോ ന്യൂക്ലിയർ ഡോക്ട്രിൻ എന്നാണ് അവരുടെ രാജ്യത്തിൻ്റെ പോളിസി മുന്നോട്ട് കൊണ്ടുപോയത്. പക്ഷേ ഇപ്പം സനൈ തക്കൈച്ചി അതിനെ തിരുത്തുകയാണെന്ന് മാത്രമല്ല, അവർ തായ്വാനോടൊപ്പം വളരെ ശക്തമായ നിലപാടെടുത്തുകൊണ്ട് ചൈനയെ ബാക്ക് ടു ബാക്ക് എതിർക്കുകയാണ്. സ്റ്റേറ്റ്മെൻ്റാണ് പറയുന്നത്. അതിലുപരിയായിട്ട് ഇപ്പം ചൈന ഇമ്മീഡിയറ്റ് ആയിട്ട് ജപ്പാനെ പോയി ആക്രമിക്കാനൊന്നും പോകുന്നില്ല. പക്ഷെ എന്നാലും ഈ സനൈ തക്കൈച്ചി ചൈനയ്ക്കെതിരെ ഉയർത്തുന്ന വെല്ലുവിളി ചെറുതല്ല. ആ രീതിയിലുള്ള ബാക്ക് ടു ബാക്ക് ഡയലോഗാണ് ജപ്പാന്റെ സൈഡിൽ നിന്നും വരുന്നത്. ജപ്പാനെയും തായ്വാനെയും അത്ര ചെറുതായിട്ട് കണക്കാക്കണ്ട, ഞങ്ങൾ വൻ ശക്തികൾ തന്നെയാണ് എന്നാണ് അവർ ഉറപ്പിച്ച് പറയുന്നത്. അതുപോലെ ഷെൻകാക്കു ഐലൻഡുമായിട്ട് ബന്ധപ്പെട്ട് അവർ വളരെ ശക്തമായ നിലപാടാണ് എടുത്തിരിക്കുന്നത്. അത് ജപ്പാൻ അവകാശപ്പെട്ട ഐലൻഡാണ് എന്നുള്ളതാണ് അവർ ഉറപ്പിച്ച് പറഞ്ഞിരിക്കുന്നത്. അവിടെ സ്പെഷ്യൽ ഓട്ടോണമിയാണ്, ജപ്പാന്റെ അധീനതയിലാണ് അത് ഉള്ളത്. പക്ഷേ അത് ഡിസ്പ്യൂട്ടഡ് എന്നുള്ളതാണ് നിലവിൽ ചൈനയും ജപ്പാനും തമ്മിൽ ആ തർക്കം മുന്നോട്ട് പോകാനുള്ള കാരണം. ചൈന അത് ഡിസ്പ്യൂട്ടഡ് ആണെന്നാണ് പറയുന്നത്. പക്ഷേ അത് ജപ്പാൻ്റെതാണെന്നുള്ളതാണ് ജപ്പാന്റെ അവകാശവാദം. സ്പെഷ്യൽ ഓട്ടോണമസ് റീജിയൻ ആണ്. പക്ഷേ ഇത് തായ്വാൻ്റെ അടുത്താണ് കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തായ്വാൻ, ഈ ഷെൻകാക്കു ഐലൻഡ്, അതേപോലെ തന്നെ ജപ്പാൻ, ഇതിനെ ഒരു സൈഡിൽ അണിനിരത്തിക്കൊണ്ട് ജപ്പാൻ വളരെ ശക്തമായിട്ടുള്ള നിലപാടാണ് ഇപ്പോൾ ചൈനയ്ക്കെതിരെ എടുക്കുന്നത്. അപ്പോൾ എന്തായാലും ബാക്ക് ടു ബാക്ക് ആർഗ്യുമെന്റ് മുന്നോട്ട് പോകുന്നുണ്ട്. നമുക്ക് കാത്തിരുന്ന് കാണാം. കാരണം ചൈന ഓൾറെഡി തന്നെ അവരുടെ ടൂറിസ്റ്റുകളെയൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും ചൈനീസ് പൗരന്മാർ ജപ്പാൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ഉടനെ നാട് വിടണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ടൂറിസ്റ്റ് ക്രൈസിസ് ഇപ്പോൾ ജപ്പാനിൽ വന്നിട്ടുണ്ട്. അതൊരു സൈഡിൽ ഏത് ക്രൈസിസ് വന്നാലും ചൈനയ്ക്കെതിരെയുള്ള നിലപാട് ഞാൻ ശക്തമായി എടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് സനൈ തക്കൈച്ചി. ഇപ്പം നിലവിൽ ട്രംപും ഷീ ജിൻപിങ്ങും ഒരു കൂടിക്കാഴ്ച നടത്തിയിട്ട് പോയതിനു ശേഷം അവർ തമ്മിലുള്ള ആ ഒരു ടോക്കിന് ശേഷമുള്ള റിലേഷൻഷിപ്പ് ബെറ്റർ ആയിട്ടില്ല. അത് നെക്സ്റ്റ് ലെവലിലേക്ക് പോകുന്നില്ല. അതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ അത് ജപ്പാൻ ഒരു വിധത്തിൽ സഹായകരമാണ്. കാരണം അതുകൊണ്ടാണ് 330 മില്യൻ്റെ ആയുധങ്ങൾ ഉടനെ തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് ട്രംപ് ഉത്തരവിട്ടിരിക്കുന്നത്. അതിൻ്റെ പുറകിൽ ജപ്പാന്റെ ഇൻഫ്ലുവൻസും കൂടി ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിലും അഡീഷണലായിട്ട് തായ്വാന്റെ ഉള്ളിലുള്ള F-16 പോലത്തെ ഫൈറ്റർ ജെറ്റുകളുടെ സ്പെയർ പാർട്സുകൾ, അതേപോലെ പഴയ ആയുധങ്ങളൊക്കെ റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്പെയർ പാർട്സുകൾ, കാര്യങ്ങൾ കംപ്ലീറ്റ് കൊടുക്കാമെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഒരു ഫുൾ പാക്കേജാണ്. തായ്വാൻ ഇപ്പോൾ കുറച്ച് ഹാപ്പിയാണ്. നമ്മളിത് ജപ്പാന്റെ വിഷയം പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, ജപ്പാനും അവരുടെ ന്യൂക്ലിയർ ഡിറ്ററൻസ്, അതായത് അവരുടെ ആണവായുധത്തിനെ കുറിച്ചുള്ള കോൺസെപ്റ്റ് അവർ മാറ്റുകയാണ്. വളരെ ബോൾഡായിട്ട് ഇതിനെ ഞങ്ങൾ ആണവായുധം ഉൽപ്പാദിപ്പിക്കാൻ പോവുകയാണ്,
ഞങ്ങൾക്കും അതിൻ്റെ ആവശ്യമുണ്ട് എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യ ഇപ്പം പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ നോ ഫസ്റ്റ് യൂസ് പോളിസി അത് മാറ്റാൻ പോവാണ്. ഡിഫെൻസീവ് സ്ട്രാറ്റജിയാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ നോ ഫസ്റ്റ് യൂസ് പോളിസി വെച്ചിരിക്കുന്നത്. പക്ഷേ അതേസമയം നമ്മൾ ഒഫൻസീവായിട്ട് മാറുന്ന സാഹചര്യമാണ് നമ്മൾ നോ ഫസ്റ്റ് യൂസ് പോളിസി എടുത്ത് കളയുന്നത്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മളത് ഉപയോഗിക്കും എന്നാണ് ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതാണ് ഇന്ത്യയുടെ ബോൾഡായിട്ടുള്ള ഒരു ഡിസിഷൻ. റെയിൻ മെറ്റൽ എന്ന് പറഞ്ഞൊരു കമ്പനി, ഈ മെറ്റൽ കമ്പനി ജർമ്മനി ബേസ്ഡ് കമ്പനിയാണ്. ഈ കമ്പനിക്ക് സാങ്ഷൻസ് ഉണ്ടായിരുന്നു ഇന്ത്യക്കുള്ളിൽ. അപ്പോൾ ആ സാങ്ഷൻ എടുത്ത് മാറ്റുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. ഈ ഇന്ത്യക്കുള്ളിൽ ഏറ്റവും കൂടുതൽ ഡിഫൻസ് മേഖലയ്ക്ക് വേണ്ടിയിട്ടുള്ള സ്പെയർ പാർട്സ് മാനുഫാക്ചറിങ് ചെയ്യുന്ന കമ്പനിക്ക് റോ മെറ്റീരിയൽസ് സപ്ലൈ ചെയ്തുകൊണ്ടിരുന്ന കമ്പനിയാണ് ഈ റെയിൻ മെറ്റൽ AG എന്ന് പറഞ്ഞ കമ്പനി. അപ്പം ആ ഒരു കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട ബാൻ എടുത്ത് മാറ്റിക്കൊണ്ട് വീണ്ടും ബെർലിനുമായിട്ട് ശക്തമായ രീതിയിലുള്ള ബന്ധം സ്ഥാപിക്കാനാണ് ഇന്ത്യ മുന്നോട്ട് പോകുന്നത്. ഈ ബെർലിൻ ആസ്ഥാനമായിട്ടുള്ള ഈ റെയിൻ മെറ്റൽ AG എന്ന് പറഞ്ഞ കമ്പനി ഇനി ഇന്ത്യക്കുള്ളിൽ തകൃതിയായിട്ട് അവരുടെ പ്രോഡക്റ്റ് സപ്ലൈ ചെയ്ത് തുടങ്ങുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ ഇന്ത്യയും ജർമ്മനിയും തമ്മിൽ ഒരു ട്രേഡ് വ്യാപാര കരാർ വരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ചർച്ചകളും ഇതേപോലെയുള്ള പുതിയ തീരുമാനങ്ങളൊക്കെ നടപ്പിലാകുന്നത്. ഗോവ ഷിപ്പ്യാർഡ് ഏതാണ്ട് 1500 കോടി ആന്ധ്രയിൽ നിക്ഷേപിക്കുകയാണ്. ഗ്രീൻഫീൽഡ് ഷിപ്പ് ബിൽഡിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ബഡ്ജറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്. ഡൽഹിയിൽ നടന്ന പൊട്ടിത്തെറിയെ തുടർന്ന് ഇന്ത്യക്കുള്ളിൽ സെക്യൂരിറ്റി മെഷേഴ്സ് ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇന്ത്യൻ ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുണ്ട്. അതിനെ തുടർന്ന് സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ്, ഇതാണ് CISF, ഈ CISFൽപ്പെട്ട 11,700 പേരെ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട് ഇന്ത്യയിലൊട്ടാകെ. അതായത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ CISFൽ 8% വർധനമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് 8% കൂടുതൽ ഓഫീസർമാരെ വിന്യസിച്ചുകൊണ്ട് സെക്യൂരിറ്റി ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ ഒരു ആക്ഷൻ എടുത്തിരിക്കുന്നത്. അതായത് രാജ്യമെമ്പാടും ഇന്ത്യക്കുള്ളിൽ തന്നെ പല സ്റ്റേറ്റുകളിലും രഹസ്യ അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ സിവിൽ ഡ്രസ്സിൽ സജീവമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഈ ഒരു ബാച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിലൂടെ 8% CISFൻ്റെ ആ ഒരു മാൻ പവർ വർദ്ധിക്കുകയും അതിലൂടെ ഒരു 11,700 പേരെ പാരലലി ഹയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പുതിയ റിക്രൂട്ട്മെൻറ്റും ഓപ്പൺ ആവാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. CISF വൈകാതെ തന്നെ അതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ എക്സാക്ട്ലി പറഞ്ഞു കഴിഞ്ഞാൽ 11,729 പേരെയാണ് പുതുതായിട്ട് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് 1,896 സ്ത്രീകളും ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇന്ത്യയുടെ ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലിന് വേണ്ടിയിട്ട് ഇന്തോനേഷ്യ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ഫിലിപ്പൈൻസിൽ കാര്യങ്ങൾ വൃത്തിയായിട്ട് ചെയ്തതിനെ തുടർന്നാണ് ഇന്തോനേഷ്യ ഇങ്ങോട്ട് ചെറുതായിട്ടൊന്ന് തിരിഞ്ഞു നോക്കുന്നത്. ഇന്തോനേഷ്യയുടെ പ്രസിഡന്റ് പ്രബുവോ സുബിയാന്തോ കഴിഞ്ഞ തവണ ഇന്ത്യ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് ഇന്ത്യൻ നേവിയുമായിട്ട് ബന്ധപ്പെട്ട് പല കരാറുകളും ഒപ്പുവെച്ചിട്ടാണ് പോയത്. അത് കഴിഞ്ഞിട്ട് വലിയ തോതിലുള്ള താല്പര്യങ്ങളൊന്നും കാണിച്ചില്ല ഇന്തോനേഷ്യ. പക്ഷേ ഇപ്പോൾ അവർ വീണ്ടും ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ പർച്ചേസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഡിസ്കഷൻസ് നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് പറഞ്ഞു വെക്കുന്നത്. UAE ദുബായിൽ ഒരു എയർ ഷോ നടക്കുന്നുണ്ട്. ആ എയർ ഷോയിൽ ഇന്ത്യയുടെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡിൽ നിർമ്മിച്ച തേജാസ് MK-1A എന്ന് പറഞ്ഞ ആ ഒരു ഫൈറ്റർ ജെറ്റ് പങ്കെടുക്കുന്നുണ്ട്. അതും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട് എന്നുള്ളതാണ് വാർത്ത. 17-ാം തീയതിയായിട്ടുള്ള ഇന്ന് മുതൽ 21-ാം തീയതി വരെയാണ് ഈ ഒരു എയർ ഷോ നടക്കുന്നത്. നമ്മുടെ സൂര്യകിരൺ എയറോബാറ്റിക് ടീം അവിടെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ HALൻ്റെ തേജാസ് MK-1Aയും കൂടി അവിടെ നമ്മൾ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. അത് പ്രകടനങ്ങളും കാഴ്ചവെക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ ഈ ഒരു സൂര്യകിരൺ ടീമും ഈ തേജാസ് ഫൈറ്റർ ജെറ്റും എല്ലാം കൂടി അൽ മക്തൂം എയർപോർട്ടിലാണ് ലാൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.